മാന്ത്രിക ഗ്രാമത്തിലെ പ്രണയവും പ്രതികാരവും. രാഹുൽ സാഹസികതകളെ പ്രണയിക്കുന്നൊരു സഞ്ചാരിയായിരുന്നു. ലോകം ചുറ്റി സഞ്ചരിച്ച് പുതിയ കാഴ്ചകളും അനുഭവങ്ങളും പകർത്തുക എന്നതായിരുന്നു അവന്റെ ജീവിതലക്ഷ്യം. ഓരോ യാത്രയിലും അവൻ കണ്ട കാഴ്ചകളും കേട്ട കഥകളും തന്റെ ഫോണിൽ പകർത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു യാത്രയിൽ ദുരൂഹതകൾ നിറഞ്ഞ ഒരു ഗ്രാമത്തിൽ രാഹുൽ എത്തിച്ചേർന്നു. മഞ്ഞണിഞ്ഞ മലനിരകൾക്കിടയിൽ പുരാതനമായ ആചാരങ്ങളും വിശ്വാസങ്ങളും മുറുകെ പിടിക്കുന്ന ആ ഗ്രാമം രാഹുലിനെ ആകർഷിച്ചു. ഗ്രാമത്തിലെ മരങ്ങൾ പോലും നിഗൂഢമായ എന്തൊക്കെയോ മന്ത്രിക്കുന്നതായി അവന് തോന്നി. അവിടെ വെച്ചാണ് അവൻ അവളെ ആദ്യമായി കണ്ടത്. ഗ്രാമത്തലവൻ രുദ്രന്റെ മകൾ മായാവിനി. പേരുപോലെ തന്നെ മായാജാലം ഒളിപ്പിച്ച ചിരിയും കണ്ണുകളുമുള്ള അവൾ രാഹുലിന്റെ ഹൃദയത്തിലേക്ക് ഒരു മാന്ത്രിക അമ്പുപോലെ തുളച്ചുകയറി. മായാവിനിയെ കണ്ട നിമിഷം മുതൽ രാഹുലിന്റെ യാത്രാമോഹങ്ങൾക്കപ്പുറം ഒരു പുതിയ ലോകം തുറന്നു. അവളെ ഒന്ന് കാണാൻ, ഒരു വാക്ക് സംസാരിക്കാൻ അവൻ കൊതിച്ചു. രാഹുൽ അവളെ പിന്തുടർന്നു നടന്നു. ഒരിക്കൽ ഒരു കാട്ടുപൂവ് പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവളുടെ കാൽ വഴുതി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ രാഹുൽ അവളെ താങ്ങി. സൂക്ഷിക്കണം, അവൻ പറഞ്ഞു. ഒരു നനുത്ത ചിരിയോടെ മായാവിനി നന്ദി പറഞ്ഞു. ആ നിമിഷം അവർക്കിടയിൽ ഒരു നക്ഷത്രബന്ധം ഉടലെടുക്കുകയായിരുന്നു. രാഹുൽ തന്റെ ലോകത്തെ യാത്രകളെക്കുറിച്ച് വാചാലനായപ്പോൾ മായാവിനി ഗ്രാമത്തിലെ കഥകളും ഐതിഹ്യങ്ങളും അവനോട് പങ്കുവച്ചു. എന്നാൽ ആ ഗ്രാമത്തിന് ഒരു ഇരുണ്ട വശമുണ്ടായിരുന്നു. ഗ്രാമത്തലവന്റെ സഹോദരൻ, ദുർമന്ത്രവാദിയായ കറുത്ത ഭൈരവൻ എന്നറിയപ്പെടുന്നയാൾ. പേര് കേൾക്കുമ്പോൾ തന്നെ ഗ്രാമവാസികളുടെ കണ്ണുകളിൽ ഭയം നിഴലിക്കും. ആളൊഴിഞ്ഞ കുന്നിൻമുകളിലെ അയാളുടെ വാസസ്ഥലം പേടിപ്പിക്കുന്ന നിഴലുകളും ദുർഗന്ധവും നിറഞ്ഞതായിരുന്നു. അർദ്ധരാത്രിയിൽ അവിടുന്നും കേൾക്കുന്ന വിചിത്രമായ ശബ്ദങ്ങളും നിലവിളികളും ഗ്രാമവാസികളുടെ ഉറക്കം കെടുത്താൻ പോന്നതായിരുന്നു. ഭൈരവന് ഒരു ഭീകരനായ ഭൂതം അടിമയായി ഉണ്ടെന്നും അത് അവന്റെ ദുഷ്ടലക്ഷ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നുവെന്നും രാഹുൽ അറിഞ്ഞു. ഗ്രാമത്തിലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയി വിചിത്രമായ ആഭിചാര കർമ്മങ്ങൾക്ക് ഭൈരവൻ ഉപയോഗിക്കുന്നുണ്ടെന്ന ഭീതിജനകമായ കഥകളും അവന്റെ കാതുകളിലെത്തി. ഒരു ദിവസം ഭൈരവൻ വീട്ടിലില്ലാത്ത സമയം നോക്കി രാഹുൽ അവന്റെ ദുഷ്ടതകൾ പുറത്തുകൊണ്ടുവരാനായി ആ മന്ത്രവാദിയുടെ വീട്ടിലേക്ക് രഹസ്യമായി കടന്നു. തന്റെ ഫോണിലെല്ലാം പകർത്തുക എന്നതായിരുന്നു ലക്ഷ്യം. കൂരിരുട്ടിൽ ഭീകരമായ രൂപങ്ങൾ കൊത്തിയ ചുവരുകൾക്കിടയിലൂടെ അവൻ സൂക്ഷിച്ചു നടന്നു. എങ്ങും ഭീകരമായ ദുർഗന്ധം തളംകെട്ടി നിന്നിരുന്നു. പുരാതനമായ ഗ്രന്ഥങ്ങളും വിചിത്രരൂപങ്ങളുള്ള പ്രതിമകളും ഉണങ്ങിയ മനുഷ്യ അസ്ഥികളും നിറഞ്ഞതായിരുന്നു ആ മുറി. വീഡിയോ എടുക്കുന്നതിനിടയിൽ രാഹുലിന്റെ കൈതട്ടി ഒരു സ്ഫടികക്കുപ്പി താഴെ വീണ് ചിതറി. അതിൽ നിന്നും കറുത്ത പുക ഉയർന്നു. മുറി മുഴുവൻ മൂടി. പുക മാറിയപ്പോൾ രാഹുലിനു മുന്നിൽ ഒരു ഭീകരരൂപം പ്രത്യക്ഷപ്പെട്ടു. കാലങ്ങളായി ബന്ധിതനായിരുന്ന ഭൈരവന്റെ ഭൂതം. ആദ്യമൊന്നു നടുങ്ങിയെങ്കിലും എന്നെ മോചിപ്പിച്ചതിന് നന്ദി, യജമാനൻ. ഇനി ഞാൻ നിങ്ങളുടെ അടിമയാണ് എന്ന് ഭൂതം പറഞ്ഞപ്പോൾ രാഹുൽ ഞെട്ടി. ഭൂതത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്നറിഞ്ഞ രാഹുൽ പതിയെ ശാന്തനായി. ഭൂതത്തിൽ നിന്ന് ഭൈരവന്റെ ദുഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് അവൻ മനസ്സിലാക്കി. ഗ്രാമത്തിലെ നിഷ്കളങ്കരായ കുട്ടികളെ ദുർമന്ത്രവാദത്തിനായി തട്ടിക്കൊണ്ടുപോകാനും ഗ്രാമത്തിന്റെ മുഴുവൻ ശക്തിയും കൈവശപ്പെടുത്താനുമായിരുന്നു ഭൈരവന്റെ പദ്ധതി. രാഹുൽ ഭൈരവന്റെ പദ്ധതികൾ ഗ്രാമത്തലവൻ രുദ്രനെ അറിയിച്ചു. ഭൂതത്തിന്റെ സഹായത്തോടെ ഭൈരവന്റെ ദുഷ്ടശക്തികളെല്ലാം ഇല്ലാതാക്കാൻ രാഹുലിനു കഴിഞ്ഞു. ഓരോ തവണയും രാഹുൽ കുഴപ്പങ്ങളിൽ അകപ്പെടുമ്പോൾ ഭൂതം ഒരു നിഴൽ പോലെ അവനെ സംരക്ഷിച്ചു. ചിലപ്പോൾ ഒരു പാലം അവന്റെ മുന്നിൽ മാന്ത്രികമായി പ്രത്യക്ഷപ്പെട്ടു. മറ്റു ചിലപ്പോൾ ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് രക്ഷപ്പെടാൻ ഒരു മാന്ത്രിക മറ സൃഷ്ടിച്ചു. ഒടുവിൽ ഗ്രാമത്തെ ഭീകരതയിൽ നിന്ന് മോചിപ്പിച്ച് ഭൈരവനെ ജയിലിലടച്ചു. ഗ്രാമത്തിൽ സമാധാനം തിരികെ വന്നു. രാഹുലിന്റെ ധീരത ഗ്രാമവാസികൾ ആഘോഷിച്ചു. ഗ്രാമത്തലവൻ രുദ്രൻ രാഹുലിനെ മകളുടെ കൈപിടിച്ച് ഏൽപ്പിച്ചു. മായാവിനിയുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. ആ നിമിഷം തനിക്ക് മായാവിനിയോളം വലിയൊരു ലോകമില്ലെന്ന് രാഹുൽ തിരിച്ചറിഞ്ഞു. ഒടുവിൽ എല്ലാ പ്രതിബന്ധങ്ങളും മാറിയപ്പോൾ രാഹുൽ ഭൂതത്തെ നോക്കി പറഞ്ഞു, നീ ഇത്രകാലം ഒരു ദുഷ്ടന്റെ അടിമയായി കഷ്ടപ്പെട്ടു. ഇനി നീ സ്വതന്ത്രനാണ്. നിനക്കിഷ്ടമുള്ളിടത്തേക്ക് പോകാം. ഭൂതം സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് ആകാശത്തേക്ക് പറന്നുയർന്നു. അതിന്റെ രൂപം ഒരു വെള്ളിനക്ഷത്രമായി മാറി ദൂരേക്ക് മാഞ്ഞു. രാഹുലും മായാവിനിയും ആ ഗ്രാമത്തിൽ പുതിയൊരു ജീവിതം ആരംഭിച്ചു. അവന്റെ യാത്രാസ്വപ്നങ്ങൾ മായാവിനിയോടൊപ്പമുള്ള പുതിയ യാത്രകളായി മാറി. ഓരോ ദിവസവും അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു. ആ ഗ്രാമത്തിലെ മാന്ത്രികത അവരെ എന്നും ചേർത്തു നിർത്തി.